ഒരു ചെറിയ ഇനം പാസറിൻ പക്ഷിയാണ് പെൻഡുലൈൻ ടിറ്റ്സ്. മരച്ചില്ലകളിൽ പെൻഡുലം പോലെ തൂങ്ങിക്കിടക്കുന്ന കൂടുകൾ നിർമ്മിക്കുന്നത് കൊണ്ടാണ് ഈ പക്ഷിക്ക് ഈ പേര് കിട്ടിയത്. ഈ പക്ഷിയുടെ കൂടിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ശരിക്കും അതൊരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ്. ചിലന്തിവല, മൃഗങ്ങളുടെ രോമങ്ങൾ, മൃദുവായ സസ്യനാരുകൾ എന്നിവ ഉപയോഗിച്ച് മരത്തിൻ്റെ നേർത്ത ചില്ലകളുടെ അഗ്രഭാഗത്ത് തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇവർ കൂടുകൾ നിർമ്മിക്കുന്നത്. ഈ കൂട് കാറ്റത്ത് ആടി ഉലയുമെങ്കിലും മരച്ചില്ലയിൽ ദൃഢമായി ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നതിനാൽ അത് സുരക്ഷിതമാണ്. ശക്തമായ കാറ്റിനെയും മഴയെയും പ്രതിരോധിക്കുവാൻ പറ്റുന്ന രീതിയിലാണ് പക്ഷി ഈ കൂട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പക്ഷികൾക്ക് നിരവധി ശത്രുക്കളുണ്ട്. പ്രധാന ശത്രു പാമ്പാണ്. മിക്കപ്പോഴും പാമ്പിനെ പേടിച്ച് മുള്ളുകൾ നിറഞ്ഞ നേർത്ത മരച്ചില്ലകളിലാണ് ഇവർ കൂടുണ്ടാക്കുന്നത്. മുള്ളുകൾ നിറഞ്ഞ നേർത്ത വഴക്കമുള്ള മരച്ചില്ലയിലൂടെ പാമ്പിന് എളുപ്പം ഇഴഞ്ഞു നീങ്ങുവാൻ പറ്റില്ല. പാമ്പിൻ്റെ ഭാരം കാരണം ഈ ചില്ല എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ശരീരത്തിലേക്ക് മുള്ളുകൾ തുളച്ചു കയറുകയും ചെയ്യും. ഇനി ഈ തടസ്സങ്ങളെല്ലാം മറികടന്ന് പാമ്പ് പക്ഷിയുടെ കൂട്ടിലെത്തിയാൽ തന്നെ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാകും. കൂടിനുള്ളിലേക്ക് കയറിയാലും പാമ്പിന് മുട്ടകളെടുക്കാൻ പറ്റില്ല. കാരണം ഈ കൂടിൻ്റെ ഘടന വളരെ വ്യത്യസ്തമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ കൂടിന് ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേയുള്ളൂ. പക്ഷേ ശരിക്കും ഈ കൂടിന് 2 പ്രവേശന കവാടങ്ങളുണ്ട്. അതിലൊരു കവാടം എപ്പോഴും തുറന്ന നിലയിലായിരിക്കും. ഈ തുറന്ന കവാടത്തിന് തൊട്ടു മുകളിലായി ഇടുങ്ങിയ ഒരു ചെറിയ കവാടം കൂടി ഉണ്ടായിരിക്കും. ഇതാണ് ശരിക്കുള്ള പ്രവേശന കവാടം. പക്ഷേ ഇത് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല. തള്ളപ്പക്ഷി ആ പ്രവേശന കവാടം അടച്ചു വയ്ക്കും. ശത്രുക്കളെ പറ്റിക്കാനായി തള്ളപ്പക്ഷി ഇടയ്ക്കിടയ്ക്ക് ഈ തുറന്നു കിടക്കുന്ന ദ്വാരത്തിനുള്ളിലേക്ക് കയറിപ്പോകും. കൂടിന് സമീപത്തേക്കെത്തുന്ന പാമ്പ് സ്വാഭാവികമായും തുറന്ന ദ്വാരത്തിനുള്ളിലൂടെ കൂടിനകത്തേക്ക് കടക്കും. എന്നാൽ പാമ്പ് എത്തിച്ചേരുന്നത് ഒഴിഞ്ഞ ഒരു അറയ്ക്കുള്ളിലായിരിക്കും. കൂട്ടിനുള്ളിൽ മുട്ടയില്ലെന്ന് കരുതി പാമ്പ് തിരിച്ചു പോകും. എന്നാൽ മുട്ടയും വിരിഞ്ഞിറങ്ങിയ കുഞ്ഞും കൂടിൻ്റെ മറ്റൊരറയിൽ സുരക്ഷിതരായിരിക്കും. ജീവലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അതിജീവന തന്ത്രങ്ങളിലൊന്നാണിത്. റീമിസിഡെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ പക്ഷികൾക്കിടയിൽ 10ലേറെ സ്പീഷീസുകളുണ്ട്. ഇതിൽ കേപ്പ് പെൻഡുലൈൻ ടിറ്റാണ് 2 പ്രവേശന കവാടങ്ങളുള്ള കൂടുണ്ടാക്കി ശത്രുക്കളെ പറ്റിക്കുന്നത്.